ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് മുഹറം 9 നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കാം. നമ്മുടെ ഇക്കാക്കയും മോനും പണിക്ക് പോയിട്ട് വരുമ്പോൾ നൂൽ പൊറോട്ടൻ്റെ ഒരു പാക്കറ്റ് ഫാമിലി മഷ്റൂം ഇതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ട ഉണ്ടാക്കണം, കൂണി കറിയും വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ആ കൂന് ഇതാ കുറച്ച് ഉള്ളിയൊക്കെ വെട്ടി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ തക്കാളിയും പച്ചമുളകും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില മല്ലിയില അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. പിന്നെ നമ്മൾ ഇഞ്ചി പൂണ്ട് അത് ചതച്ചതൊന്നും ഇടുന്നില്ല. താൽക്കാലിക കശപിശ എന്നുള്ള ഒരു കൂന് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ ഉണ്ടാക്കിയാലാണ് കൂന് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏതാ കട്ടൻ ചായ വേണം കൊണ്ട് തിളച്ച് മറിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൂന് കറിക്കുള്ള ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. ഇന്നലത്തെ കറിയും ഉപ്പേരി കൂടെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ പോവുക, ഈ കൂനാണ് കറി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാല ഇവിടെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി. ഈ മോഹൻലാൽ പറയും പോലെ നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കൂനറി വെക്കാൻ പോണത് കേട്ടോ. കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ അങ്ങനത്തെ കരം മസാലയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനി നേരാക്കണമല്ലേ എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ. അത് എന്താ ലെവലൊന്നും എനിക്കറിയില്ല, അത് ഞാൻ നോക്കട്ടെ. മതിയുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതന്നെ എനിക്ക് എല്ലാം പാടെ നമുക്ക് നന്നായിട്ട് കൂട്ടി കുഴച്ചെടുക്കാം. മസാല പിടിക്കണം. ഇതാണ് നാച്ചുറൽ റെസിപ്പി കുക്കിംഗ്. നമ്മളിവിടെ മഷ്റൂം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാലൊന്നും കഴിക്കാൻ തോന്നില്ല. കളയാതാക്കും. അപ്പോൾ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് കൊണ്ട് ഉപ്പുണ്ട്. ഇനി അതിലേക്ക് ഇത് കൊട്ടുക, നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. സൂക്ഷിച്ചും കണ്ടിട്ട് മണമാക്കാൻ, അല്ലെങ്കിൽ സാധനം വേഗം കുറച്ച് ഇതുണ്ട് മഷ്റൂം പൊട്ടിപ്പോകുന്നതാണ്. ഇത് നിങ്ങൾ മറിച്ചെടുക്കുക. കളയരുത്. എന്ത് കാണിക്കണേ? ഇതാ ഇത് നോക്കി വെക്കാം. ഒരു ഇളക്കലിൻ്റെ ലെവലേഷൻ ഞാൻ അപ്പച്ചു പറയുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം എടുക്കൂ. ഇളക്കാൻ മാത്രം നീ ഇപ്പൊ വന്നത്. കുറച്ച് വെള്ളം എടുക്ക്. മസാല കുറച്ചുകൂടി ഇടണമെന്ന് സംശയം. മസാല വേകണ്ടേ? മതിനും വെള്ളം ഇപ്പൊ ഒന്നുമില്ല. ഈ മസാല ഇപ്പോഴാണ് അടിപൊളിയായത്. തേങ്ങയാണ്. നല്ല മൂടി വെച്ച ഇതില് മസാല ഇല്ലട്ടമ്മ. ഇല്ല, നല്ല എരിവായി കാരണം ഇപ്പൊ കഴിക്കില്ല. മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച്. ചിക്കൻ മസാല അല്ല, ഗരം മസാല. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെറൈറ്റിയാണ്, വെറൈറ്റി. മതി. ഇതിപ്പോ എന്താവോ ഏതോ. എനിക്ക് ചിലപ്പോ പയറുപ്പേരി ഇന്നലത്തെ കറി തന്നെ ആയിരിക്കാം സാരണം. വേണ്ടട്ടോ, കളയരുത്.
നമ്മുടെ കൂണ് കറി ഉണ്ടാക്കാൻ പറയും. കൂണ് കറി ഏയ് ഇത് നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്യില്ല അങ്ങനത്തെ വേണ്ട. എന്നാ അതിട് ചിക്കൻ ആണല്ലോ. അത് പറ്റില്ല, അത് അതിന് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇനി അടുത്തത്. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അതല്ലേ നമ്മൾ ചെയ്യുന്നതും വേറൊരാൾ അടുക്കളയിൽ നിൽക്കുന്നതിനും കുറച്ചൊരു വ്യത്യാസമുണ്ട്. കണ്ടില്ലേ? ശരി, ക്ഷമിക്കാല്ലേ. അപ്പോൾ നമ്മുടെ കൂന് കറി ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ, പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നു, അതുകൊണ്ടൊരു 4 ദോശ ഇടാം. പിന്നെ ഇറച്ചിയാണെങ്കിലും എന്താണെങ്കിലും വെച്ചുണ്ടാക്കുമ്പോൾ പകുതി വേവിൽ ഇങ്ങനെ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എൻ്റെ ആകെയുള്ള ശീലം ഇതാണ്. അത് കഴിഞ്ഞാൽ കഴിക്കണം എന്ന് അങ്ങനെയൊന്നും നിർബന്ധമല്ല. പക്ഷേ ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു കഴിക്കൽ, അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റെഡിമെയ്ഡ് പൊറാട്ടയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതാക്കി വെച്ചു. ഇത് നമ്മൾ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ പൊറോട്ട ചുടുന്നത് കേട്ടോ. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട്, അല്ലാതെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഇതിന് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും വാങ്ങാനോ എടുക്കാനോ പോയിട്ടില്ല. അതേപോലെ തന്നെ കറിയിലേക്ക് മല്ലിയില അങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ വേണമായിരുന്നു, അതൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല ആയിട്ടുണ്ട് കേട്ടോ. കൂനൊക്കെ വെന്തിട്ടുണ്ട്, നല്ല വേവായിട്ടുണ്ട്. ഒരുപാട് എരിവ് വേണ്ടാന്നുള്ളതിലാണ് മറ്റുള്ള മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, മുളക് പൊടി മാത്രം കമ്മിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓഫാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇതാ പൊറോട്ട ഇതാണ് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണ്ട ഈ കൂന് കറി. കറി ഇഷ്ടപ്പെട്ടിരിക്കുന്നു, പക്ഷെ കൂനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ ലാസ്റ്റ് പൊറോട്ട കേട്ടോ, നോക്കട്ടെ. അപ്പോൾ ഇതാ ലാസ്റ്റ് പൊറോട്ടയും ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി നമ്മുടെ മസാല കോൺ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് പൊറോട്ട ഇട്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊറോട്ട ചുട്ടിട്ടില്ല, ആദ്യമായിട്ട് പൊറോട്ട ചുട്ടതാട്ടോ. അപ്പം എങ്ങനെയുണ്ട് മക്കളെ നമ്മുടെ പൊറോട്ട? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് പൊടിക്കണം. എന്നാലാണ് അടുത്ത ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഫാമിലി ബ്ലോഗ് ഇതേട്ടാ സിറ്റോട്ട് കിടക്കുന്ന ചവിട്ടി എടുത്തുകൊണ്ട് ഇട്ടിക്കുക. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ, കണ്ടില്ലേ? അപ്പോൾ അതാ നമ്മുടെ അപ്പ ഉണ്ടോ അടിപൊളിയായിട്ട് തൊപ്പിയൊക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മഴക്കാലമായ നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. അപ്പോൾ നമ്മുടെ ഇക്കാക്കൊക്കെ എല്ലാവരും ഒരു ഹായ് അയക്കുക അല്ലേ? അസർക്കാരെ ഹായ് അയക്കി, അസർക്കാരെ ഹായ് വിടി, അസർക്കാർ ഒരു ഹായ്. ഭയങ്കര ബിസിയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഹായ് എന്ന് മാത്രം, കൈ കൊണ്ടില്ല. ഇവരൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോയാൽ നമ്മളിവിടെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യില്ല കേട്ടോ. അവരുടെ പറയണം, നമ്മളൊക്കെ കൂടെ എല്ലാവരും പാടെ തന്നെയാണ് ഇതൊക്കെ ചെയ്യൽ, വൃത്തിയാക്കലൊക്കെ കേട്ടോ. നമ്മുടെ പാച്ചുവിനെ കണ്ടില്ലല്ലോ, ഫാമിലി വ്ളോഗല്ലേ, അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിലൊരു അംഗമല്ലേ. നമ്മുടെ കോളത്തിൽ കണ്ടില്ലേ മക്കൾ കുളിക്കണവരും വെയിലത്ത് നിൽക്കണവരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി അവരുടെ പണി കഴിഞ്ഞാൽ അവർക്ക് ഇല്ല നമ്മുടെ പൊറാട്ടയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.